എല്ലാവർക്കും സ്വാഗതം. പ്ലസ് 1 കെമിസ്ട്രിയിലെ തെർമോഡൈനാമിക്സ് എന്ന ചാപ്റ്ററിലെ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ചില പ്രോബ്ലംസ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പൊ അതിൽ പ്രധാനപ്പെട്ട ഒരു ഐറ്റം ഹെസസ് ലോ ബേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ്. അപ്പൊ അതിൻ്റെ ഒരു എക്സാമ്പിൾ ഞാനൊരു ക്വസ്റ്റ്യൻ ആയിട്ട് ബോർഡിൽ എഴുതിയിട്ടുണ്ട്, ഒന്ന് വായിച്ചു തരാം. ദി കമ്പസ്റ്റൻ ഓഫ് അല്ലെങ്കിൽ കമ്പഷൻ ഓഫ് 1 mole of benzene takes place at 298 Kelvin and 1 atmosphere. The combustion of 1 mole of benzene takes place at 298 Kelvin and 1 atmosphere. After combustion, heat energy of 3267 kilojoule per mole liberated. കമ്പഷന് ശേഷം 3267 കിലോജൂൾ പെർ മോൾ ഹീറ്റ് എനർജി ലിബറേറ്റ് ചെയ്തു. എക്സോതെർമിക് ആണ്. കാൽക്കുലേറ്റ് സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് ബെൻസീൻ. നമ്മൾ കണ്ടുപിടിക്കേണ്ടത് സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് ബെൻസീൻ കണ്ടുപിടിക്കണം. തന്നിട്ടുണ്ട് ദി സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ബ്രാക്കറ്റ് G and H2O bracket L are minus 393.5 kilojoule per mole and minus 285.83 kilojoule per mole. അപ്പോൾ ക്വസ്റ്റ്യൻ ഇത്രയേ ഉള്ളൂ. ക്വസ്റ്റ്യനിൽ പറയുന്നു കമ്പഷൻ ഓഫ് 1 mole of benzene takes place. അതായത് ബെൻസീന്റെ കമ്പഷനെ പറ്റിയാണ് പറയുന്നത്. ആഫ്റ്റർ കമ്പഷൻ ഹീറ്റ് എനർജി ഓഫ് ഇത്രയും ലിബറേറ്റ് ചെയ്യുന്നു. എന്നാൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് കാൽക്കുലേറ്റ് സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് ബെൻസീൻ. അപ്പൊ നമ്മൾ നേരത്തെ ചില ഡെഫിനിഷൻ കേട്ടിട്ടുണ്ട്. എന്താണ് സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ, എന്താണ് സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് കമ്പഷൻ എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അപ്പൊ അതില് ആ ഡെഫിനിഷൻ ഓർത്ത് അതനുസരിച്ച് തന്നെ സാവധാനം ഈ കാര്യങ്ങൾ ചെയ്യണം. അപ്പൊ ഈ ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് വളരെ ക്ഷമയോടെ സാവധാനം ചെയ്യണം. അപ്പൊ നമുക്ക് ആദ്യം കണ്ടുപിടിക്കേണ്ട എന്താണെന്ന് നോക്കാം. കാൽക്കുലേറ്റ് സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് ബെൻസീൻ. ശരിയാണ്. അപ്പൊ ബെൻസീന്റെ ഫോർമേഷനായിട്ട് ബന്ധപ്പെട്ട ഒരു ഇക്വേഷനായിട്ട് തയ്യാറാക്കണം. അപ്പൊ നമുക്ക് സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഫോർമേഷന്റെ ഡെഫിനിഷൻ ഓർമ്മയുണ്ട്. It is enthalpy change when 1 mole of a compound formed from its elements. അതായത് ഒരു മോൾ കോമ്പൗണ്ട് മാത്രമേ ഫോം ചെയ്യാൻ പാടുള്ളൂ. ആ ഒരു മോൾ കോമ്പൗണ്ട് ഫോം ചെയ്യുന്നത് അതിന്റെ എലമെന്റിൽ നിന്നായിരിക്കണമെന്ന് നമ്മൾ നേരത്തെ പഠിച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ എങ്കിൽ ഞാനൊരു ഇക്വേഷൻ ഉണ്ടാക്കാം. ആ ഇക്വേഷൻ നമുക്ക് റിക്വയർഡ് ഇക്വേഷൻ എന്ന് പറയാം. റിക്വയർഡ് ഇക്വേഷൻ. ശരി, ആ റിക്വയർഡ് ഇക്വേഷൻ ഉണ്ടാക്കാൻ പോകുന്നു. അതനുസരിച്ച് ബെൻസീൻ ഉണ്ടാവണം. സോ ബെൻസീന്റെ ഫോർമുല അറിയാം, C6H6. ബെൻസീന്റെ ഒരു മോളെ ഫോം ചെയ്യാൻ പാടുള്ളൂ. ഇനി ബെൻസീന്റെ ഒരു മോൾ ഫോം ചെയ്തത് അതിന്റെ എലമെന്റുകളായ കാർബണിൽ നിന്നും ഹൈഡ്രജനിൽ നിന്നും ആയിരിക്കണം. സോ കാർബണിനെ നമുക്ക് C എന്ന് റെപ്രസെന്റ് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ഹൈഡ്രജനെ H2 എന്ന് റെപ്രസെന്റ് ചെയ്യണമെന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. സോ ഇനി ഇക്വേഷൻ ബാലൻസ് ചെയ്യാം. ഇക്വേഷൻ ബാലൻസ് ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം ഇവിടെ ഒരു മോളെന്ന് കീപ്പ് ചെയ്യണം. ഇനി 6 കാർബൺ ഇവിടെ 6 കൊടുത്തു. ശരി, ഹൈഡ്രജൻ 6 ഇവിടെ 3. ഈ റിയാക്ഷന്റെ ഡെൽറ്റ H 0F. സിംപ്ലി 0 എഴുതാറില്ല, ഡെൽറ്റ H ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടതെന്ന് ഓർമ്മിച്ചോണം. ഓക്കെ, അപ്പോൾ നമുക്ക് റിക്വയർഡ് ഇക്വേഷൻ തന്നിട്ടുണ്ട്, റെഡി ആയിട്ടുണ്ട്. കാൽക്കുലേറ്റ് സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഫോർമേഷൻ ഓഫ് ബെൻസീൻ. ആ ഇക്വേഷൻ നമുക്ക് ഇക്വേഷൻ നമ്പർ 1 എന്ന് റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇനി നിങ്ങൾ ഓർമ്മിക്കേണ്ടത് നമുക്ക് ശരിക്കും പറഞ്ഞ ഒരു തെർമോകെമിക്കൽ ഇക്വേഷന്റെ പ്രത്യേകത, ആ തെർമോകെമിക്കൽ ഇക്വേഷനിൽ സ്റ്റേറ്റ് റെപ്രസെന്റ് ചെയ്യാറുണ്ട്. ഇപ്പൊ കാർബണിന്റെ അവിടെ സോളിഡ് എന്നും ഹൈഡ്രജന്റെ അവിടെ ഗ്യാസ് എന്നും ഒക്കെ റെപ്രസെന്റ് ചെയ്യാറുണ്ട്. അപ്പൊ അങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്ന എഴുതുന്നതാണ് ശരിയായ തെർമോകെമിക്കൽ ഇക്വേഷൻ. പക്ഷെ നമുക്ക് പലപ്പോഴും കൺവീനിയൻസിന് വേണ്ടി ആ പറഞ്ഞ സ്റ്റേറ്റ് ഒക്കെ നമുക്ക് സാധാരണ ഒഴിവാക്കി എഴുതാറുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ സ്റ്റാൻഡേർഡ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും തന്നെ ഈ പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ് കഴിവതും എഴുതാൻ നോക്കുക. പക്ഷെ നമുക്ക് പലപ്പോഴും എഴുതി വരുമ്പോഴത്തേക്ക് പറഞ്ഞിരിക്കുന്ന പിന്നെ ഒരു കൺഫ്യൂഷൻ അല്ലെങ്കിൽ അതങ്ങ് വിട്ടുപോകാൻ സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് സാധാരണ എഴുതാറില്ലെന്ന് കൂടെ ഓർമ്മിക്കുക. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് പലപ്പോഴും ഇക്വേഷനിലേക്ക് G എന്നും L എന്നൊക്കെ തന്നിരിക്കുന്നത്. അങ്ങനെ തന്നെയാണ് ശരിക്കും എഴുതേണ്ടത്. പക്ഷെ നമ്മൾ എഴുതി വരുമ്പോൾ ചില സമയത്ത് അങ്ങനെ വരുന്നില്ല എന്ന് ഓർക്കുക. ശരി, അപ്പൊ എങ്കിൽ ഇനി അടുത്ത് ഈ എൻതാൽപ്പി ചേഞ്ച് തന്നിരിക്കുന്ന കാര്യങ്ങളെ പറ്റി നമുക്ക് നോക്കാം. അപ്പൊ നമുക്ക് എൻതാൽപ്പി ചേഞ്ച് തന്നിരിക്കുന്ന എന്തൊക്കെ നോക്കാം. ആഫ്റ്റർ കമ്പഷൻ ദി കമ്പഷൻ ഓഫ് 1 mole of benzene takes place at. അപ്പൊ കമ്പഷന്റെ കാര്യം പറയുന്നുണ്ട്. അപ്പൊ എൻതാൽപ്പി ഓഫ് കമ്പഷന്റെ കാര്യം പറയുന്നുണ്ട്. ബെൻസീന്റെ കമ്പഷൻ എങ്ങനെ എഴുതാം? ബെൻസീന്റെ ഫോർമുല ആദ്യം എഴുതുക, C6H6 എന്ന് എഴുതുക. ഇനി കമ്പഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് നമുക്കറിയാം ഓക്സിജനായിട്ടുള്ള റിയാക്ഷൻ ആണ്. ഇനി കമ്പഷന്റെ പ്രോഡക്റ്റ്, കാർബണിന്റെ കമ്പഷന്റെ പ്രോഡക്റ്റ് കാർബൺ ഡൈ ഓക്സൈഡും ഹൈഡ്രജന്റെ കമ്പഷന്റെ പ്രോഡക്റ്റ് വാട്ടർ ആണെന്ന് അറിയാം.
അതുകൊണ്ട് തന്നെ കാർബണും ഹൈഡ്രജനും ഉള്ള ആരുടെയും കമ്പഷന്റെ പ്രോഡക്റ്റ് കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറുമാണ്. സോ H2O ആ റിയാക്ഷന്റെ ഡെൽറ്റ എച്ച് വാല്യൂ തന്നിട്ടുണ്ട്. ആ ഡെൽറ്റ എച്ച് വാല്യൂ തന്നിട്ടുണ്ട് 3267 കിലോ ജൂൾ പെർ മോളും തന്നിട്ടുണ്ട്. ഇക്വേഷൻ നമ്പർ 2. അപ്പൊ ഇനി അവിടെ ഓർമ്മിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ ഡെൽറ്റ എച്ച് വാല്യൂ തന്നിരിക്കുന്ന തന്നിരിക്കുന്ന ഇക്വേഷൻ നമ്മൾ വിളിക്കുന്ന പേര് ഡേറ്റ ഇക്വേഷൻ എന്ന് പറയണം. ഡേറ്റ ഇക്വേഷൻ. ശരി, അപ്പൊ ഡേറ്റ ഇക്വേഷൻ ആയിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു ഈ പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് വളരെ സാവധാനം ചെയ്യുക. അപ്പൊ അതിനുവേണ്ടി ആദ്യം റിക്വയർഡ് ഇക്വേഷൻ എന്താണ് കണ്ടുപിടിക്കേണ്ടത് ബന്ധപ്പെട്ട റിക്വയർഡ് ഇക്വേഷൻ തയ്യാറാക്കുക. പിന്നെ എന്താൽപ്പിച്ച് തന്നിരിക്കുന്ന ഇക്വേഷൻ നമുക്ക് ഡേറ്റ ഇക്വേഷൻസും തയ്യാറാക്കുക. ഇനി ഈ ഡേറ്റ ഇക്വേഷന്റെ പ്രത്യേകത ഇതിനകത്ത് നമ്മൾ ബാലൻസ് ചെയ്തിട്ടില്ല. എന്താൽപ്പി കമ്പഷന്റെ ഡെഫിനിഷൻ എങ്ങനെയായിരുന്നു? ഇറ്റ് ഈസ് എൻതാൽപ്പി ചേഞ്ച് when 1 mole of a compound undergo complete combustion. ഒരു മോൾ കോമ്പൗണ്ട് കംപ്ലീറ്റ് ആയിട്ട് കമ്പഷൻ നടക്കുന്ന സമയത്ത് ഉണ്ടാവുന്ന എൻതാൽപ്പി ചേഞ്ച് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ ഒരു മോൾ കോമ്പൗണ്ടിന്റെ കമ്പഷൻ മാത്രമേ പറയാൻ പാടുള്ളൂ. സോ 6 കാർബൺ, നമുക്ക് 6 കാർബൺ ഇവിടെ ബാലൻസ് ചെയ്യാം. ഹൈഡ്രജൻ 6 ആയതുകൊണ്ട് ഇവിടെ 3 കൊടുത്ത് ബാലൻസ് ചെയ്യാം. ഇനി ഓക്സിജന്റെ കാര്യം നോക്കുന്ന സമയത്ത് ഓക്സിജന്റെ കാര്യം 6 × 2 12 ഓക്സിജൻ, ഇനി 3 ഓക്സിജൻ പ്ലസ് 3 അപ്പൊ 12 3 15 ഓക്സിജൻ ഉണ്ട്. 15 ഓക്സിജൻ ഇവിടെ എങ്ങനെ എഴുതുമെന്ന് ചോദിച്ചാൽ അത് നമ്മൾ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. 15 ഓക്സിജൻ കിട്ടണമെങ്കിൽ അത് ഒന്നുകിൽ 7 അരാന്ന് എഴുതണം അല്ലെങ്കിൽ 15/2 എന്ന് എഴുതണം. ഓക്കെ, അപ്പൊ നമ്മൾ ഇക്വേഷൻ ബാലൻസ് ചെയ്യുന്ന സമയത്ത് അങ്ങനെ ബാലൻസ് ചെയ്യുക. 15 ഓക്സിജൻ കിട്ടണമെങ്കിൽ അവിടെ O2 എന്ന് എഴുതിയാൽ 2 ഓക്സിജൻ ആയി, 2O2 എന്ന് പറയുമ്പോൾ 4 ഓക്സിജൻ ആയി, 3O2 എന്ന് പറയുമ്പോൾ 6 ഓക്സിജൻ ആയി, 4O2 ആകുമ്പോഴത്തേക്ക് 8 ഓക്സിജൻ ആയി, 5O2 10, 6O2 12, 7O2 14, 7O2 ഇനി 15 എന്ന് കിട്ടണമെങ്കിൽ 7 പിന്നെ ഒരു ഹാഫും കൂടെ വേണം. അപ്പൊ 7 ഹാഫ് 7 അരാന്ന് എഴുതണം. 7 അരാന്ന് എഴുതാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാർ 15/2 എഴുതിയാൽ അത് 7 തന്നെയാണെന്ന് നമുക്ക് അറിയാം. ഓക്കെ, അപ്പൊ എന്തായാലും ശരി, അവിടെ ഡെൽറ്റ എച്ചിന്റെ വാല്യൂ തന്നിരിക്കുന്ന ഇക്വേഷൻ നമുക്ക് ഡേറ്റ ഇക്വേഷൻ എന്ന പേരിൽ അറിയപ്പെടണം. സോ ഡേറ്റ ഇക്വേഷൻ ഒരെണ്ണം തയ്യാറാക്കി. അടുത്ത് വേറെ എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാം. ദി സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഫോർമേഷൻ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്. അപ്പൊ അതിന്റെ വാല്യൂ ഉണ്ട് നോക്കാം. ശരി, അപ്പൊ അതിന്റെ വാല്യൂ കാർബൺ ഡൈ ഓക്സൈഡിന്റെ ഫോർമേഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യം കാർബൺ ഡൈ ഓക്സൈഡ് ഫോം ചെയ്യണം. അപ്പൊ CO2 ഉണ്ടാവണം. ഇനി കാർബൺ C+O2 ഡെൽറ്റ എച്ച് വാല്യൂ തന്നിട്ടുണ്ട്. ഡെൽറ്റ എച്ച് വാല്യൂ കാർബൺ ഡൈ ഓക്സൈഡ് -393.5 കിലോ ജൂൾ പെർ മോൾ. ഇക്വേഷൻ നമ്പർ 3. ഓക്കെ, അവിടെ ബാലൻസ്ഡ് ആണ്. ഓക്കെ, ഇനി വാട്ടറിന്റെ ഫോർമേഷൻ തന്നിട്ടുണ്ട്. വാട്ടർ H2O ഇനി ഫോം ചെയ്യണം അതിന്റെ എലമെന്റിൽ നിന്നാണ്. അതിന്റെ എലമെന്റ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ അത് നമുക്കറിയാം. ഹൈഡ്രജൻ എങ്ങനെ റെപ്രസെന്റ് ചെയ്യണം? H2 എന്ന് എഴുതണം. പ്ലസ് കൂടെ ഉള്ള എലമെന്റ് ഓക്സിജൻ ആണ്. ഓക്സിജൻ റെപ്രസെന്റ് ചെയ്യാനും O2 എന്നാണ് എഴുതേണ്ടത്. നമ്മൾ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. സോ O2 ഇക്വേഷൻ ബാലൻസ് ചെയ്യുന്ന സമയത്ത് ഒരു മോൾ കോമ്പൗണ്ടേ ഫോം ചെയ്യാൻ പാടുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ ഹാഫ് കൊടുത്ത് ബാലൻസ് ചെയ്യണം. സോ ഡെൽറ്റ എച്ച് ഈക്വൽ ടു അതിന്റെ വാല്യൂ ഉണ്ട് -285.83 കിലോ ജൂൾ പെർ മോൾ. ഇക്വേഷൻ നമ്പർ 4. ഓക്കെ, ശരി. അപ്പോ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കാം. ഇതുപോലത്തെ പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് സ്റ്റേറ്റ്മെന്റിനെ റിക്വയർഡ് ഇക്വേഷന്റെ പേരിൽ ഒരു ഇക്വേഷൻ ആക്കി സെറ്റ് ചെയ്യുക. ബാക്കി എൻതാൽപ്പി ചേഞ്ച് തന്നിരിക്കുന്ന കാര്യങ്ങളെല്ലാം ഡേറ്റ ഇക്വേഷനായിട്ട് മാറ്റി സെറ്റ് ചെയ്യുക. അപ്പൊ ഇനി അടുത്ത് നമ്മൾ ആലോചിക്കേണ്ടത് നമ്മൾ തന്നിരിക്കുന്ന റിക്വയർഡ് ഇക്വേഷനിൽ കാർബൺ ഉണ്ട്. ആ കാർബൺ ഉള്ള ഡേറ്റ ഇക്വേഷൻ എത്രാമത്തെ നമ്പർ ആണെന്ന് നോക്കിയാൽ കാർബൺ ഇവിടെയുണ്ട്. കാർബണിന്റെ ഡേറ്റ ഇക്വേഷൻ നമ്പർ 3 ആണ്. ആ ഇക്വേഷൻ നമ്പർ 3 ഉള്ളത് ഒരു കാർബൺ ആണ്. പക്ഷെ നമുക്ക് ആവശ്യമുള്ളത് 6 കാർബൺ ആണ്. അപ്പൊ നമ്മൾ അടുത്ത ജോലി എന്ന് വെച്ചാൽ ഈ ഡേറ്റ ഇക്വേഷൻ ഒന്ന് മോഡിഫൈ ചെയ്യുക. അതായത് ഇക്വേഷൻ നമ്പർ 3യെ നമ്മൾ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. നമുക്ക് 6 കാർബൺ കിട്ടണം എന്നുള്ളത് കൊണ്ട് തന്നെ ഇക്വേഷൻ നമ്പർ 3യെ നമ്മൾ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഈ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ റിയാക്ടന്റിലെ ഓരോ ടേമിനെയും നമ്മൾ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. പ്രോഡക്റ്റിനെ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഡെൽറ്റ എച്ച് വാല്യൂവിനെ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. സോ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതാം. സോ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് 6 കാർബൺ പ്ലസ് ഓക്സിജൻ 6 ഓക്സിജൻ gives 6 carbon dioxide. Delta H equal to -393.5 ഗുണം 3. 393.5 ഗുണം 6 equal to
2361 കിലോജൂൾ പെർ മോൾ. ഇക്വേഷൻ നമ്പർ 4 ആണ്. അപ്പൊ ഇക്വേഷൻ നമ്പർ 3 ഇനി ആവശ്യമില്ല, സോറി ഇക്വേഷൻ നമ്പർ 5. ഇക്വേഷൻ നമ്പർ 5 ആണ്. ഇക്വേഷൻ നമ്പർ 3 ഇനി ആവശ്യമില്ല. ഇക്വേഷൻ നമ്പർ 6 ആണ്, സോറി 5 ആണ് ഇനി ആവശ്യമുള്ളത്. കാരണം അതിനെ നമ്മൾ ഡേറ്റയുടെ ഫോമിലേക്ക് മാറ്റിയെടുത്തു. ഇനി ഒരു കാര്യം കൂടെ നമുക്ക് പറയാൻ ബാക്കിയുണ്ട്. അതായത് നമ്മൾ നേരത്തെ എന്താണ് കമ്പഷന്റെ കാര്യം പറഞ്ഞ സമയത്ത് ആഫ്റ്റർ കമ്പഷൻ ഹീറ്റ് എനർജി ഓഫ് 3267 കിലോജൂൾ ഇസ് ലിബറേറ്റഡ് എന്നാണ് എഴുതിയിരുന്നത്. അപ്പൊ ആ കാര്യം നമ്മൾ അവിടെ സൂചിപ്പിച്ചില്ല. ലിബറേറ്റഡ് എന്ന് വെച്ചാൽ എക്സോതെർമിക് റിയാക്ഷൻ ആണ്. അപ്പൊ എക്സോതെർമിക് ആയതുകൊണ്ട് തന്നെ നമുക്കറിയാം എക്സോതെർമിക്കിന്റെ കൺവെൻഷൻ അനുസരിച്ച് എക്സോതെർമിക് ഹീറ്റ് എനർജിയുടെ വാല്യൂ നെഗറ്റീവ് ആണെന്ന് അറിയാം. സോ ആ കാര്യം നമുക്ക് സൂചിപ്പിക്കണമായിരുന്നു, അത് എഴുതിയില്ലായിരുന്നു. ശരി, മൈനസ്. അപ്പൊ ഇവിടെ ആൾറെഡി മൈനസ് ഉണ്ട്. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ മൈനസ് ഇല്ല, പക്ഷെ അവിടെ സൂചനയുണ്ട്, അത് നെഗറ്റീവ് ആണെന്ന് സൂചനയുണ്ട്. നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട് എക്സോതെർമിക് റിയാക്ഷന്റെ ഹീറ്റിന്റെ വാല്യൂ നെഗറ്റീവും എൻഡോതെർമിക് ആണെങ്കിൽ പോസിറ്റീവ് ആണെന്ന് പഠിച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ ഇത്രയും ഹീറ്റ് എനർജി ലിബറേറ്റഡ് എന്ന് എഴുതിയിട്ടുള്ളത് കൊണ്ട് തന്നെ അവിടെ മൈനസ് കൊടുക്കണം. ഇനി ലിബറേറ്റഡ് എന്ന് എഴുതിയിട്ടില്ല എങ്കിലും അത് നമുക്കറിയാം, കാരണം കമ്പഷൻ ആൾവേസ് എക്സോതെർമിക് ആണെന്ന് നമുക്ക് അറിയാം. ഇനി ലിബറേറ്റഡ് എന്ന് എഴുതിയിട്ടില്ല എങ്കിലും നിങ്ങൾ ഓർമ്മിക്കുക, അത് എക്സോതെർമിക് ആയിരിക്കും. എക്സോതെർമിക് എപ്പോഴും നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ, ശരി. ഇനി അടുത്ത് പരിശോധിക്കാം റിക്വയർഡ് ഇക്വേഷൻ. അപ്പൊ ഇയാളെ പറ്റി നമ്മൾ ഓർമ്മിച്ചു. അടുത്ത ഹൈഡ്രജൻ നോക്കാം. ഹൈഡ്രജനുള്ള ഡേറ്റ ഇക്വേഷൻ എത്രാമത്തെ നമ്പർ നോക്കുമ്പോൾ ഹൈഡ്രജൻ H2 ഇവിടെയുണ്ട്. ഇക്വേഷൻ നമ്പർ 4 ആണ്. നമുക്ക് ആവശ്യമുള്ളത് എത്ര ഹൈഡ്രജൻ എന്ന് വെച്ചാൽ 3 ഹൈഡ്രജൻ ആണ്. പക്ഷെ ഇവിടെ തന്നിരിക്കുന്നത് 1 ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും അടുത്ത ഇക്വേഷൻ നമ്പർ 4നെ എല്ലാത്തിനെയും 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ ഞാൻ പറഞ്ഞു മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് റിയാക്ടന്റ് ഓരോ ടൈമിനെയും 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, പ്രോഡക്റ്റിനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, ഡെൽറ്റ എച്ചിനെയും ആ പറഞ്ഞ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ശരി, നമുക്ക് മൾട്ടിപ്ലൈ നോക്കാം. സോ H2 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3H2 പ്ലസ് ഇവിടെ ഹാഫ് O2 ആണ്. അപ്പൊ അത് 1/2 O2 ആണ്. 1/2 3 into half ആണ്. 3/2 അല്ല, 1/2 3 into half ഈക്വൽ ടു ഇവിടെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം 3H2O ഡെൽറ്റ H ഈക്വൽ ടു ഈ പറഞ്ഞ -285.83നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 285.83 ഗുണം 3. സോ -857.49 ഇക്വേഷൻ നമ്പർ 6 ആയി. അപ്പൊ ഇനി റിക്വയർഡ് ഇക്വേഷന്റെ 2 ടേംസ് നമ്മൾ മാറ്റിയിട്ടുണ്ട്. അപ്പൊ 3H2 ആക്കിയിട്ടുണ്ട്. അപ്പൊ ഈ ഇക്വേഷൻ നമുക്ക് ഇനി ആവശ്യമുണ്ട്. ഈ ഇക്വേഷൻ നമുക്ക് ആവശ്യമില്ല, കാരണം ആ ഡേറ്റയെ നമ്മൾ പുതിയ രൂപത്തിൽ മാറ്റിക്കഴിഞ്ഞു. ഇനി റിക്വയർഡ് ഇക്വേഷൻ അടുത്ത ടേം എന്താണെന്ന് ചോദിച്ചാൽ ബെൻസീൻ ആണ്. അപ്പൊ നിങ്ങൾ ഇനി ഓർമ്മിക്കേണ്ട ഒരു കാര്യം, ഈ റിക്വയർഡ് ഇക്വേഷനിൽ വേറെ ഏതെങ്കിലും എക്സാമ്പിൾ ഒക്കെ ചെയ്യുന്ന സമയത്ത് ഓക്സിജൻ ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ ആ ഓക്സിജൻ നോക്കേണ്ട കാര്യമില്ല. ഓക്സിജൻ ഓട്ടോമാറ്റിക് ആയിട്ട് അവസാനം ബാലൻസ് ആയിക്കോളും. അപ്പോൾ റിക്വയർഡ് ഇക്വേഷനിൽ വരുന്ന ഓക്സിജൻ അല്ലാത്ത ടേംസ് മാത്രം നിങ്ങൾ ഇതുപോലെ പരിശോധിച്ച് ചേഞ്ച് ചെയ്താൽ മതി. റിക്വയർഡ് ഇക്വേഷനിൽ ഓക്സിജൻ വന്നിരുന്നാൽ അതിനെ പരിശോധിക്കേണ്ട കാര്യമില്ല, അത് ഓൾറെഡി അത് മാച്ച് ചെയ്ത് വന്നോളും കേട്ടോ. ശരി, അപ്പൊ ഇവിടെ അടുത്ത ബെൻസീൻ ആണ്. ബെൻസീനുള്ള ഡേറ്റ ഇക്വേഷൻ എത്രാമത്തെ നോക്കുന്ന സമയത്ത് ബെൻസീനുള്ള ഡേറ്റ ഇക്വേഷൻ ഇതാണ്. ബെൻസീൻ നമുക്ക് ആവശ്യമുള്ളത് 1 മോളാണ്. ഇവിടെ തന്നിരിക്കുന്നത് 1 മോളാണ്. പക്ഷെ അവിടുത്തെ ചെറിയ പ്രശ്നമുണ്ട്. അത് വേറെ ഒന്നുമല്ല, നമുക്ക് ആവശ്യമുള്ള സൈഡ് എന്ന് വെച്ചാൽ അത് പ്രോഡക്റ്റ് സൈഡാണ്. പക്ഷെ ഇവിടെ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് റിയാക്ടന്റ് സൈഡാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞിരിക്കുന്നതിനെ പ്രോഡക്റ്റ് സൈഡിലേക്ക് മാറ്റാനുള്ള ഒരു മാർഗം എന്ന് വെച്ചാൽ ഇക്വേഷൻ 2നെ റിവേഴ്സ് ചെയ്യുക. റിവേഴ്സിംഗ്. ഈ റിവേഴ്സിംഗിന്റെ ഐഡിയ എന്താണെന്ന് ചോദിച്ചാൽ റിയാക്ടന്റിലെ ഓരോ ടേമിനെയും നമ്മൾ പ്രോഡക്റ്റ് ആയിട്ട് എഴുതുക. പ്രോഡക്റ്റ് ആയിട്ട് എഴുതുന്ന ഓരോ ടേമിനെയും റിയാക്ടന്റ് ആയിട്ട് എഴുതുക. ഡെൽറ്റ എച്ച് വാല്യൂ നെഗറ്റീവ് വാല്യൂ ആണെങ്കിൽ അതിനെ പോസിറ്റീവ് എന്ന് എഴുതുക, പോസിറ്റീവ് വാല്യൂ ആണെങ്കിൽ നെഗറ്റീവ് എന്ന് എഴുതുക. ഇത്രയാണ് റിവേഴ്സിംഗിൽ ശ്രദ്ധിക്കേണ്ട കാര്യം. ഒന്നുകൂടെ ഓർമ്മിക്കാം, റിവേഴ്സിംഗ് എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം റിയാക്ടൻസ് എല്ലാം പ്രോഡക്റ്റ് ആയിട്ട് മാറുന്നു, പ്രോഡക്ട്സ് എല്ലാം റിയാക്ടന്റ് ആയിട്ട് മാറുന്നു. പിന്നെ ഡെൽറ്റ എച്ച് വാല്യൂ നെഗറ്റീവ് ആയിട്ട് പോസിറ്റീവ് ആയിട്ട് മാറുന്നു, പോസിറ്റീവ് ആണെങ്കിൽ അതിനെ നെഗറ്റീവ് എന്ന് എഴുതണം. ശരി, അപ്പൊ എങ്കിലും എഴുതി നോക്കാം. ഇവിടുത്തെ പ്രോഡക്റ്റ് എല്ലാം റിയാക്ടന്റ് ആയിട്ട് എഴുതണം. സോ 6CO2 പ്ലസ് 3H2O. ഇനി റിയാക്ടന്റ് പ്രോഡക്റ്റ് ആയിട്ട് എഴുതണം. C6H6 പ്ലസ് 15/2 O2. ഡെൽറ്റ എച്ച് വാല്യൂ മൈനസ് ആയതുകൊണ്ട് ഇവിടെ പ്ലസ് അതൊക്കെ എഴുതണം. 3267 കിലോജൂൾ പെർ മോൾ. ഇക്വേഷൻ നമ്പർ 7 ആയി. ഇക്വേഷൻ നമ്പർ 7 നമുക്ക് ആവശ്യമുണ്ട്. ഇക്വേഷൻ നമ്പർ 2 നമുക്ക് ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ചെയ്ത പണി എന്ന് വെച്ചാൽ തന്നിരിക്കുന്ന ഡേറ്റ ഇക്വേഷൻ എല്ലാം പുതിയ ഫോമിലേക്ക് നമുക്ക് റിക്വയർഡ് ഇക്വേഷന്റെ രീതിയിലേക്ക്
മാറ്റി എടുത്തിട്ടുണ്ട്. ഇത് തീർന്നില്ല, നമുക്ക് പുതുതായി കിട്ടിയ ആ ഇക്വേഷൻ അത്രയും നമ്മളൊന്ന് സം ചെയ്യണം. പുതുതായി കിട്ടിയ ഇക്വേഷൻ നമ്പർ 5 6 7. ഓക്കെ, ഇക്വേഷൻ സം ചെയ്യുന്ന രീതി എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഈ ഇക്വേഷന്റെ ലെഫ്റ്റ് സൈഡ്, ഇതിന്റെ ലെഫ്റ്റ് സൈഡ്, ഇതിന്റെ ലെഫ്റ്റ് സൈഡ് അത് ആദ്യം കൂട്ടണം. സോ കൂട്ടി നോക്കാം. 6c പ്ലസ് 6o2 പ്ലസ് 3h2 പ്ലസ് 1.5 O2 plus 6CO2 plus 3H2O gives. In the right side ഒരുമിച്ച് കൂട്ടുക. 6CO2 plus 3H2O plus C6H6 plus 15/2 O2. ഇനി ഡെൽറ്റ എച്ച് വാല്യൂസ് ഒരുമിച്ച് കൂട്ടുക. ഡെൽറ്റ എച്ച് വാല്യൂ മൈനസ് 2361 പ്ലസ് മൈനസ് 887.49 പ്ലസ് 3267 ഈക്വൽ ടു. അപ്പൊ ഇനി നോക്കാം, നമുക്കറിയാം ഇക്വേഷന്റെ രണ്ട് സൈഡിലും ഒരുപോലത്തെ ടേംസ് വന്നാൽ അതിനെ ക്യാൻസൽ ചെയ്യാം. ഇപ്പൊ രണ്ട് സൈഡിലും ഒരുപോലത്തെ ടേംസ് വരുന്നത് ഏതൊക്കെയെന്ന് ചോദിച്ചാൽ നമുക്ക് നോക്കാം. ഒരുപോലെ വരുന്നത് ഈ 6CO2 രണ്ടിടത്തും വന്നിട്ടുണ്ട്. അപ്പൊ അടുത്ത സ്റ്റെപ്പ് അത് ക്യാൻസൽ ചെയ്ത് എഴുതാം. 6CO2 ക്യാൻസൽ ചെയ്യാം. 3H2O രണ്ട് സൈഡിൽ വന്നിട്ടുണ്ട്. പിന്നെ അടുത്ത് 6O2 1.5 O2 7.5 O2 ആണെന്ന് നമുക്കറിയാം. ഇവിടെ 15/2 ഉണ്ട്, അതും 7.5 ആണ്. അപ്പോൾ അത് ക്യാൻസൽ ചെയ്യാം. ബാക്കി അവശേഷിക്കുന്നത് 6C ആണ് പ്ലസ് 3H2 gives റൈറ്റ് സൈഡിൽ C6H6. ഡെൽറ്റ എച്ച് വാല്യൂ ഇതെല്ലാം നമുക്ക് കൂട്ടി നോക്കിയാൽ ഇതിപ്പോ നോക്കാം. 2361 പ്ലസ് 157.49 ഈക്വൽ ടു മൈനസ് 3218.49 പ്ലസ് 3267 ഈക്വൽ ടു 48.51. ഓക്കെ, ഡെൽറ്റ എച്ച് വാല്യൂ കിട്ടിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ നോക്കി നോക്ക്. ഇപ്പൊ നമ്മളിപ്പോ ചെയ്ത സമയത്ത് കിട്ടുന്ന അവസാനം കിട്ടുന്ന ഈ പറഞ്ഞിരിക്കുന്ന ഇക്വേഷനും ഈ ഇക്വേഷനും ഒന്ന് തന്നെ, റിക്കോർഡ് ഇക്വേഷൻ എന്ന് പറഞ്ഞ ഇക്വേഷനും ഒന്ന് തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടിയ 48.51 എന്നറിയപ്പെടുന്ന ആ വാല്യൂ തന്നെയായിരിക്കും ഈ പറഞ്ഞിരിക്കുന്ന വാല്യൂ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഡാറ്റ ഇക്വേഷൻ ഇത്രയും കൺവേർട്ട് ചെയ്തിട്ട് റെക്കോർഡ് ഇക്വേഷൻ പോലെ ആക്കിയിട്ടുണ്ട്. ആ ഇക്വേഷൻ പോലെ ആക്കിയിട്ടുണ്ട്. അങ്ങനെ ആഡ് ചെയ്ത സമയത്ത് കിട്ടുന്ന ഡെൽറ്റ എച്ച് വാല്യൂന് തുല്യമായിരിക്കും ഇവിടെ കിട്ടിയ വാല്യൂ എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇങ്ങനെ നമുക്ക് പിന്നെ ഡെൽറ്റ എച്ച് വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയുന്നുണ്ട്. അപ്പൊ ഇത് ഹെസ്സസ് ലോ ബേസ് ചെയ്യുന്ന ടൈപ്പ് പ്രോബ്ലം ആണ്. അപ്പൊ ഇത് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടില്ല. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയണമെന്ന് മാത്രമേ ഉള്ളൂ. നമുക്കൊന്ന് ആലോചിച്ച് സാവധാനം ഈ പറഞ്ഞിരിക്കുന്ന ടൈപ്പ് പ്രോബ്ലം നമ്മൾ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പൊ ഇത് കൂടാതെ ഇതിനകത്ത് പ്രോബ്ലത്തിന്റെ സാധ്യതയുള്ള ചോദ്യങ്ങൾ സാധാരണ പ്രോബ്ലം ചോദിക്കാൻ സാധ്യതയുള്ള ഫോർമുലകൾ ഇങ്ങനെയാണ്. ഡെൽറ്റ എച്ച് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ എൻ ജി ആർ ടി. അപ്പൊ ഇത് ബേസ് ചെയ്ത് പ്രോബ്ലം ചോദിക്കാം. പിന്നെ എന്താൽപി ചേഞ്ച് അല്ലെങ്കിൽ ഇന്റേണൽ എനർജി ചേഞ്ച് വാല്യൂ തന്നിട്ട് എന്താൽപി ചേഞ്ച് കണ്ടുപിടിക്കാൻ ചോദിക്കാം. തിരിച്ച് എന്താൽപി ചേഞ്ച് കണ്ടുപിടിച്ചിട്ട് ഇന്റേണൽ എനർജി കണ്ടുപിടിക്കാൻ ചോദിക്കാം. അപ്പൊ അങ്ങനെയുള്ള പ്രോബ്ലം ഒക്കെ വരാം. പിന്നെ അതുപോലെ തന്നെ വർക്ക് ഡൺ ഇൻ ഐസോതെർമൽ റിവേഴ്സിബിൾ എക്സ്പാൻഷൻ W equal to minus 2.303 RT log V2/V1 ഇതിനെ ബേസ് ചെയ്ത് പ്രോബ്ലം ഉണ്ടാവാം. പിന്നെ സ്റ്റാൻഡേർഡ് ഫ്രീ എനർജി ചേഞ്ചുമായി ബന്ധപ്പെട്ട് ഡെൽറ്റ G 0 equal to minus 2.303 RT log K എന്നറിയപ്പെടുന്ന ഫോർമുല ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് റിലേറ്റ് ചെയ്യുന്ന ആ ഫോർമുല വെച്ച് പരീക്ഷയ്ക്ക് ചോദിക്കാം.
പിന്നെ വർക്ക് ഡൺ ബൈ ദി സിസ്റ്റം ഡബ്ല്യു ഈക്വൽ ടു മൈനസ് പി ഡെൽറ്റ വി ആയിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലം ചോദിക്കാം. പിന്നെ ഫസ്റ്റ് ലോ ആയിട്ട് ബന്ധപ്പെട്ട ഡെൽറ്റ യു ഈക്വൽ ടു ക്യൂ പ്ലസ് ഡബ്ല്യു. അപ്പൊ ഇങ്ങനെയുള്ള പ്രോബ്ലം ഒക്കെ സാധാരണ ചോദിക്കാറുണ്ടെന്ന് ഓർമ്മിക്കാം. അപ്പോൾ നേരത്തെ എൻതാൽപ്പി ചേഞ്ചുമായിട്ട് ബന്ധപ്പെട്ട പിന്നെ ഹെസ്സുമായിട്ട് ബന്ധപ്പെട്ട ആ പ്രോബ്ലം അതുപോലത്തെ പ്രോബ്ലം ഒന്ന് വിശദമായിട്ട് പഠിക്കുക. ബാക്കി ഏതും സബ്സ്റ്റിറ്റ്യൂഷന്റെ കാര്യങ്ങളെ വരുള്ളൂ. ജസ്റ്റ് ആ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കണ്ടുപിടിക്കുന്ന കാര്യങ്ങളെ വരുള്ളൂ. ഓക്കെ, അപ്പൊ എന്തായാലും ശരി, ഹാർഡ് വർക്ക് ചെയ്യുക, നല്ലവണ്ണം എഴുതി പഠിക്കുക. ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്യാം.